ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്കിപ്പോൾ ഇവിടെ വെക്കേഷനാണ്. അതായത് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞു. ഓഗസ്റ്റ് ആദ്യ വീക്ക് ആയപ്പോഴേക്കും എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒക്ടോബർ ഒരു മിഡ് വരെ നമുക്ക് വെക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒന്നുമില്ല. നമുക്ക് വർക്കിന് പോകണം, അത് മാത്രമേ ഉള്ളൂ. അപ്പം കുറേ സമയം നമുക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അറൗണ്ട് 8 മണി ആയിട്ടുണ്ട് ഈവനിങ്. സോ നമ്മൾ ഓർത്തൊന്ന് പുറത്ത് പോകാമെന്ന്. അപ്പം ഞാനിങ്ങനെ പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ചുമ്മാ നടക്കാനായിട്ട്, ചുമ്മാ പാർക്കിലോ, ഇവിടെ കുറേ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ചുമ്മാ നടക്കാൻ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. സോ നമ്മളിങ്ങനെ നടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ചുമ്മാ ഒളിമ്പ്യ പാർക്കിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാം. എന്തെങ്കിലും പരിപാടി ഉണ്ടോ, ഇന്ന് ഫ്രൈഡേയാ, എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നമ്മുടെ ഡോമിൻ്റെ പുറത്തിറങ്ങി ഇങ്ങനെ നമ്മുടെ ഫസ്റ്റിനെ കുട്ടി വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഫസ്റ്റിനെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഇത് ഞങ്ങളുടെ ഡോമിൻ്റെ ഒരു ലൈക്ക് എൻട്രൻസ് ഏരിയ. ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ഗെയിമൊക്കെ ഉണ്ട്, കണ്ടോ? ക്യൂട്ടല്ല അത്രയ്ക്ക്. ഇതൊക്കെ ഇടയ്ക്കൊന്നും ഞങ്ങളിങ്ങനെ കളിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റിനെ വരട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങോട്ടേലുമൊക്കെ പോവാം. സോ ഗായ്സ്, ഫസ്റ്റിന് വന്ന് നമ്മളപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് മരീൻ പ്ലാറ്റ്സ് പോയി. ഇന്ന് നമ്മൾ എവിടെ പോണേ? ഫസ്റ്റ് സ്റ്റോറി ഒളിമ്പിയ പാർക്കിലെ ഫയർ വർക്ക് ആണ്. അവിടെ ഉണ്ടാവും എന്തേലും ഇതുപോലൊരു വീക്കെൻഡ് ഫ്രൈഡേ നമ്മൾ മരീൻ പ്ലാറ്റ്സ് കണ്ടിട്ടാണ് പോണത്. അങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മരീൻ പ്ലാറ്റ്സിൽ വീക്കെൻഡാ നല്ല പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഈ പ്രാവശ്യം ശരിക്കും നമ്മൾ കുഞ്ഞു ഒരു മ്യൂസിക് എന്തോ പരിപാടി ഉണ്ടായി, ഒരു ചെറിയൊരു പരിപാടി. ഇന്നിപ്പോ എന്താണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ നടക്കാൻ ഇറങ്ങിയത് ആക്ച്വലി. അപ്പൊ അത് കണ്ടപ്പോ അവിടെ പോവാന്ന് വിചാരിച്ചു, അല്ലേ? തള്ളു എന്താ നമ്മുടെ ഡോമിന്റെ കുറച്ചൊരു 300 മീറ്റർ നടന്ന് വരുമ്പോഴേക്കും നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒളിമ്പ്യ പാർക്കിൽ പോകാനായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. സോ ഈ ബസ്സിൽ പോരും വേറെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സോ നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് ഇവിടുന്ന് ഒരു 2 സ്റ്റോപ്പാണ് ഉള്ളത്. അപ്പം ഡ്രൈവർ ചേട്ടൻ്റെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നത്, അത്രയ്ക്ക് തിരക്കാണ്. സോ നമ്മളിതേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും. അങ്ങനെ നമ്മളിതേ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഒളിമ്പ്യ പാർക്കിൽ കുറച്ചിങ്ങനെ കുന്നുകൾ ആണുള്ളത്. അപ്പോൾ ഈ കുന്നുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മൾ ഫയർ വർക്ക്സ് ഉണ്ടെന്നുള്ള ഒരു ഇത് ഇൻസ്റ്റാ പേജിൽ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എവിടേക്കോ കയറി ഒരു ഹില്ല് നമുക്ക് കിട്ടി, ഇങ്ങനെ ടോപ്പിൽ വന്നിരിക്കുക. സോ നമ്മൾ റെഡിയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ടോൾവുഡിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. സോ അതിൻ്റെ എന്തോ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താ പരിപാടിയെന്ന്. കയറിയിട്ട് കഥയ്ക്കോ ഗൈസ്, ശ്വാസം കിട്ടുന്നില്ല. സോ ബാക്കിലൊക്കെ ആൾക്കാർ വന്നിരിപ്പുണ്ട്. അവിടെയൊക്കെ ഓക്കെ, നിറച്ച ആൾക്കാരാ. ഓക്കെ, നമ്മളിവിടെ ഏകദേശം ഒരു 8:15-8:30 ആ ടൈമിലായിരുന്നു എത്തിയത്. അപ്പോഴേക്കും തന്നെ അവിടെ ഓൾമോസ്റ്റ് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞേക്കുക. ഭയങ്കര ക്രൗഡഡ് ആയിട്ടിരിക്കുമായിരുന്നു. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് അത്രയ്ക്ക് ആൾക്കാരില്ല, എന്നാലും ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു പിന്ന് കുത്താൻ സ്ഥലമില്ലാണ്ട് ആൾക്കാർ ഇങ്ങനെ തിങ്ങിയിരിക്കുക. അതുപോലെ തന്നെ അവിടെ ആയിരുന്നു സമ്മർ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ കുറേ റൈഡ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ കൊണ്ടായിരിക്കും ഇത്ര ആൾക്കാർ അവിടെ നിന്ന്. സോ നമുക്ക് ഇപ്പോൾ സ്ഥലം കിട്ടി, നിങ്ങളിങ്ങനെ സെറ്റായിട്ടിരിക്കുക അവിടെ. ഗായ്സ്, ഇവിടെ ഇപ്പോൾ രാത്രിയായി. ഇപ്പം എത്ര മണിയായി? 9 മണിയായി. 8:30 കഴിഞ്ഞു കാണും. 10 മണിക്കാണ് ഇവിടെ. ഇതിന് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ ഒരു സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. റാൻഡം ബ്ലോഗ് ഗൈസ്. എന്താ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇടുമെന്ന് പോലും അറിയില്ല. എപ്പോഴും കുഞ്ഞു വ്ളോഗ് തന്നെയാണ് ചെയ്തത്. ബാക്കിയൊക്കെ 20 മിനിറ്റ് ഉണ്ടല്ലോ. ഇത് നീ അപ്ലോഡ് ചെയ്യുമ്പോൾ 20 മിനിറ്റ് ആവുമെന്ന് അറിയില്ലല്ലോ. അതാ ഏകദേശം 10 മണിയാവാറായി. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നിറച്ച ആൾക്കാരായി അവിടെ. ഞങ്ങൾക്ക് കാലൊക്കെ ഇങ്ങനെ നിലത്തിരിക്കുന്നതുകൊണ്ട് കാലൊന്നും അത്രയ്ക്ക് മടക്കി വെക്കാൻ പോലെ സ്ഥലമില്ല. അങ്ങനെ നിറഞ്ഞേക്കും അവിടെ ആൾക്കാർ. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ പടക്കം പൊട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ പൊട്ടുമോ എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മൾ പറ്റിച്ചോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ ഞങ്ങളിങ്ങനെ ലൈക്ക് വെയിറ്റ് ചെയ്യുക കേട്ടോ. തുടങ്ങി. ഞാൻ
അടുത്ത് ബോംബ് കൊണ്ടു വന്നു എന്താണ് അവിടെ പൊക്കിയിട്ട് ഇവിടെയാണ് വെക്കണത്, അതുകൊണ്ടാണ് അവിടെ ആൾക്കാർ. ഞങ്ങൾ അവിടെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ എന്താ ആരും ഇരിക്കാത്തന്നൊക്കെ. ഇപ്പഴാ മനസ്സിലായി. ഓ സോ നൈസ്. ഫുള്ള് കുത്തി നിറഞ്ഞിരിക്കും. ഓക്കെ അല്ല വെള്ളം. ഓ അതാണ് അവിടെ ബോട്ടൊക്കെ ഉണ്ടായേ. ഓ നൈസ് 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 നൈസ്. നിങ്ങൾ ഇവിടുത്തെ ക്രൗഡ് കാണണം. ഇറ്റ്സ് ലൈക്ക് അടിപൊളിയായിരുന്നില്ല. ഞങ്ങൾ ഞെട്ടി. എന്താണ് ഇത് പൊങ്ങാത്ത ഗൈസ്? അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തതിന് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും സീൻസാണ് ഉള്ളത്. അടിപൊളിയായിരുന്നു. സീനാണ്. അടിപൊളിയായിരുന്നു. സ്ഥലം നല്ലായിരുന്നു. നമുക്ക് എല്ലാം ശരിക്കും കാണാൻ പറ്റും. ഞങ്ങൾക്ക് നല്ല സ്പോട്ടാണ് കിട്ടിയത്. ഇതിലേക്ക് ഇരിക്കാൻ അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും. ഇവിടെ ടോൾവുഡിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു ടോൾവുഡിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അതും കൂടെ കണ്ടിട്ടൊക്കെ പോവാമെന്ന്. സോ നമ്മളവിടെ പോയി. കുറേ റൈഡ്സൊക്കെ ഉണ്ട് അവിടെ. ആക്ച്വലി ഫ്രൈഡേ നൈറ്റും കൂടെ ആയതുകൊണ്ട് നിറച്ച ആൾക്കാരായിരുന്നു. ലൈക്ക് എല്ലാ ആൾക്കാരും ഭയങ്കര എൻജോയ് ആ മൂഡായിരുന്നു എല്ലാവരും. ലൈക്ക് ഇന്ത്യൻസ് കുറേ പേര് നമ്മൾ കണ്ടായിരുന്നു അവിടെ, യൂറോപ്യൻസ് കുറേ പേര്, എല്ലാ ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്നുള്ള ആൾക്കാർ നമുക്ക് കാണാം. എല്ലാവരും ഭയങ്കര ഒരു വീക്കെൻഡ് എൻജോയ്മെൻറ്റ് ആ ഒരു ഇതിലാണ്. അപ്പോഴേക്കും നമ്മൾ കുറേ റൈഡ്സ് കണ്ടു. ഈ റൈഡ്സ് കണ്ടപ്പോൾ ഞങ്ങളവിടെ ഒന്ന് പറയുമായിരുന്നു, പണ്ട് വണ്ടർലയിലെ ഒരു ബാലരാമ കേവ് ഉണ്ടായിരുന്നു, അതുപോലത്തെ ഒരു സംഭവമാണ്. അതിങ്ങനെ കയറി ഇങ്ങനെ പേടിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്ന ഒരു സംഭവം. അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. ഇവിടെ സമ്മറിലായിരിക്കും ഇങ്ങനത്തെ കുറേ ഫെസ്റ്റൊക്കെ വരുന്നത്. വിൻ്ററിൽ ഇങ്ങനെ ഒരു പരിപാടിയും കാണത്തില്ല. സോ സമ്മറിൽ ഇതുപോലെ കുറേ ഫെസ്റ്റ് കാണും. ഒരു ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മെയ് ഒക്കെ തൊട്ട് ഇങ്ങനെ സ്പ്രിംഗ് ഫെസ്റ്റ് തൊട്ട് ഇങ്ങനെ ഓരോ ഫെസ്റ്റുകൾ കാണും. അപ്പം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈക്ക് എല്ലാവരും ഇവിടെ വരും. സോ അവർക്കിപ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം. സോ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നമുക്ക് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം പേര് വന്നിട്ടുണ്ട്, അവർ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഞങ്ങൾ ജോയിന്റ് വീലിൽ കയറാൻ പോവാ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ എക്സൈറ്റഡ്. ഇതാ ഞങ്ങളുടെ ടിക്കറ്റ്. ലൈക്ക് ഒരു ടിക്കറ്റിന് 7.5 euro. സോ നമ്മൾ സെറ്റായിട്ട് പോവാം. നല്ല ക്യൂ ആ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എക്സൈറ്റ്മെന്റ് കാരണം ഭയങ്കര വലുതാണ്. ഞങ്ങൾ ഒരു റൈഡിൽ മാത്രമേ കയറുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇവിടെ കൂടെ വന്നപ്പോ എന്തായാലും ഞാൻ കയറിയിട്ടില്ല. സോ ഫിക്സ് ആയിട്ടുണ്ട്. ഈ റൈഡിൽ ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടില്ലാത്തതുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം ലൈക്ക് കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്തായാലും കയറാനായിട്ട് തീരുമാനിച്ചു. സോ നമ്മൾ കയറാൻ പോവാം.
നമ്മൾ റൈഡിൽ കയറി. റൈഡ് ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ പോകുന്നത്. പക്ഷേ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ ലൈറ്റ്സ് ഒക്കെ വന്ന് ആ റൈഡ്സിൻ്റെ ലൈറ്റും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ട്. ദ ഹോൾ മ്യൂണിക്ക് നമുക്ക് കാണാൻ പറ്റി. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇത് ഒരു റൗണ്ട് ചുമ്മാ കറക്കി ഇറക്കും അത്രേ ഉണ്ടാവുള്ളൂ എന്നാ. പക്ഷെ ഇതൊരു 2-3 റൗണ്ട്സ് ഇതിങ്ങനെ കറക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദ ഹോൾ മ്യൂണിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടു അവിടെ ഇരുന്നിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ബോറടിച്ചു. ഞങ്ങൾ ഇതിലാണ് കയറി. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. ബൈ ബൈ. അപ്പോൾ കുഞ്ഞു വ്ളോഗും ഒന്നുമില്ല, ചുമ്മാ കറങ്ങി നടന്നൊരു വ്ളോഗും ഒളിമ്പിയ പാർക്കും ഇവിടുത്തെ സമ്മർ ഫെസ്റ്റും ഒക്കെ കഴിഞ്ഞു. സോ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. പോയത്